നമസ്കാരം. സഹനമുള്ളിടത്തെ സ്നേഹമുള്ളൂ എന്ന പ്രസിദ്ധമായ ഒരു വാചകമുണ്ട്. എന്നാൽ ഈ കാലഘട്ടത്തിൽ സഹനമെന്ന ഒരു പ്രക്രിയ തന്നെ നടക്കുന്നുണ്ടോ എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സഹനമെന്ന വാക്ക് തന്നെ യുവതലമുറയുടെ നിഘണ്ടുവിൽ തന്നെ ഉണ്ടോ എന്ന് സംശയകരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുവാനായി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ലോകത്തിന്റെ വിവിധ വെല്ലുവിളികളിൽ അകപ്പെട്ട് ജീവിതം കൈവിട്ടു പോകുന്ന സാഹചര്യത്തിൽ അവർക്ക് സാന്ത്വനമായി മാറുന്ന എറണാകുളം ജില്ലയിലെ സ്വാന്തന കൗൺസിലിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപക ഡയറക്ടറും വിദേശത്തും സ്വദേശത്തുമായി കൗൺസിലിംഗ് മേഖലയിൽ അനേക പഠനങ്ങളും ഗവേഷണങ്ങൾ നടത്തുകയും ഈ മേഖലയിൽ ലോകത്തിന്റെ വിവിധ തലങ്ങളിലുള്ള വ്യക്തിത്വങ്ങളെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന എസ്റ്റിറ്റ്യൂഷനിൽ കഴിഞ്ഞ 250-ലധികം ഞായറാഴ്ചകളിലായി ലൈറ്റ് ഹൗസ് എന്ന പരിപാടിയിലൂടെ തെറാപ്യൂട്ടിക് സ്റ്റോറി ടെല്ലിംഗ് എന്ന ശുശ്രൂഷ നിർവഹിക്കുന്ന ഫാദർ ഡോക്ടർ വർഗീസ് പുതുശ്ശേരിയാണ്. അച്ഛാ നമസ്കാരം. നമസ്കാരം അച്ഛാ, ഈ ലോ ടോളറൻസ് അല്ലെങ്കിൽ ലോ ഫ്രസ്ട്രേഷൻ ടോളറൻസ് എന്ന് പറയുന്ന ആ ഒരു വാക്കിനെ തന്നെ അച്ഛൻ എങ്ങനെയായിരിക്കും അതിനെ നിർവചിക്കുന്നത്? അതായത് ഗ്രഹരിപ്പോ സഹനം എന്നുള്ള വാക്ക് ഉപയോഗിച്ചല്ലോ, അതൊരു സ്പിരിച്വാലിറ്റി ടെർമിനോളജിയാണ്. കൗൺസിലിങ്ങിൽ അല്ലെങ്കിൽ സൈക്കോളജിയിൽ അല്ലെങ്കിൽ സൈക്കോ തെറപ്പിയിൽ അത് ഫ്രസ്ട്രേഷൻ, ടെൻഷൻ, സ്ട്രെസ് എന്നൊക്കെ പദങ്ങളിലൂടെയാണ് ഉപയോഗിക്കുക. ഞാനിപ്പോൾ കുറച്ചുകൂടി വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഈ ഫ്രസ്ട്രേഷനെ കുറിച്ചാണ്. നമ്മുടെ നാട്ടിൽ ആത്മഹത്യയുടെ തോത് ഇന്ത്യയുടെ നാഷണൽ ആവറേജിൻ്റെ 3 ഇരട്ടിയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ആകുന്നു എന്നതിനെക്കുറിച്ച് ഒത്തിരി പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പഠനങ്ങളിൽ തെളിഞ്ഞു വരുന്ന ഒരു ചിത്രം ഇതാണ്: ലോ ഫ്രസ്ട്രേഷൻ ടോളറൻസ്. ഞാൻ അത് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം. ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് കിട്ടാതെ വരുമ്പോൾ എനിക്കുണ്ടാകുന്ന വിഷമം, പ്രയാസം, ഇച്ഛാഭംഗം. ഇത് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. ഉദാഹരണത്തിന് എൻ്റെ മനസ്സിൽ ഞാൻ വയ്ക്കുന്ന തോതാണ് എനിക്ക് ലഭിക്കേണ്ടത്. ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് പത്രത്തിലൊരു ന്യൂസ് കേട്ടു. ഫസ്റ്റ് ക്ലാസ് കിട്ടിയ ഒരു പയ്യൻ SLC റിസൾട്ട് കഴിഞ്ഞതിന് ശേഷം അവൻ ആത്മഹത്യ ചെയ്തു. കാരണം അവൻ്റെ മനസ്സിൽ ഡിസ്റ്റിങ്ഷനായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ ഡിസ്റ്റിങ്ഷന് കുറവായിട്ട് വരുന്നത് ഫെയിലിയറാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഫസ്റ്റ് ക്ലാസ്സാണ്, പക്ഷെ അവനെ സംബന്ധിച്ചിടത്തോളം ഫെയിലിയറാണ്. അത് ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്നു, മനസ്സിന് ടെൻഷൻ ഉണ്ടാക്കുന്നു. അതിനെ ഉൾക്കൊള്ളാനായിട്ടുള്ള ശക്തി, കരുത്ത് അവനില്ല. അതുകൊണ്ടാണ് വളരെ ചെറിയ കാര്യങ്ങൾ പോലും ചുരിദാർ ചോദിച്ചു, കിട്ടിയില്ല, ആത്മഹത്യ ചെയ്തു. ഈ TV-യുടെ ഇത് ചോദിച്ചു, കിട്ടിയില്ല, ആത്മഹത്യ ചെയ്തു. ഇങ്ങനെയൊക്കെ ഉള്ള ശരിയായിട്ടുള്ള കാര്യങ്ങൾക്ക് മനുഷ്യന്റെ അമിതമായ ആഗ്രഹങ്ങളാണോ ഇതിന് കാരണമാകുന്നത്? അമിതമായ ആഗ്രഹങ്ങൾ എന്നുള്ളതല്ല, ആഗ്രഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. ഇപ്പോൾ ഡിസ്റ്റിങ്ഷൻ ഒരു ആഗ്രഹത്തിൻ്റെ ഒരു ഫസ്റ്റ് ക്ലാസ് ഒരു ലെവല്, റാങ്ക് വേറൊരു ലെവല്. എവിടെയാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്, ആ സെറ്റ് ചെയ്തതിന് തൊട്ട് താഴെ വന്നാൽ അത് ഫെയിലിയറാണ്. ഡിസ്റ്റിങ്ഷൻ ആയാലും ഫസ്റ്റ് ക്ലാസ് ആയാലും അത് ഫെയിലിയറാണ്. പിന്നെ നമുക്ക് വേറെ ഒന്നുണ്ട്, ഫെയിലിയർ ആണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതലുള്ളത്, അല്ലെങ്കിൽ നോകളാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ പേരൻറ്റിങ്ങിലും ഒരു കുറച്ച് ഉത്തരവാദിത്വം കാണേണ്ടതുണ്ട്. നമുക്കിപ്പോൾ കുട്ടികൾ പണ്ടൊക്കെ ഇപ്പോൾ സ്കൂട്ടർ ഫാമിലി എന്ന് പറയും, പണ്ട് ലോറി ഫാമിലി എന്ന് പറയും. കാരണം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള 1-2 ഫാമിലിയിൽ 9 പേരും 11 മക്കളൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ലോറിയിൽ കൊള്ളുന്ന അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ കളിക്കാൻ പറ്റിയ ആൾക്കാരുണ്ട്. ഇന്ന് 2-3 ഇന്ന് 2, 3 അല്ലെങ്കിൽ 1. ഏറ്റവും അപകടം എൻ്റെ കൗൺസിലിംഗ് എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടിട്ടുള്ളത് ഈ ഒറ്റ കുട്ടികളാണ്. ഈ ഒറ്റ കുട്ടികൾക്ക് ഭയങ്കര പാമ്പറിങ് കൊടുക്കുന്നു. അതിലാളനം എന്ന് പറയും. ലാളന ആവശ്യമാണ്. ഇപ്പം നമ്മൾ പറയില്ലേ, അമൃതം നല്ലതാണ്, പക്ഷെ അധികമായാൽ അത് വിഷമായിട്ട് മാറും. ഈ അതിലാളനം വിഷമാകുന്നത് മാതാപിതാക്കന്മാർ അറിയുന്നില്ല. ഇങ്ങനെ ആത്മഹത്യ ചെയ്തു കഴിയുമ്പോഴോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള
പെരുമാറ്റങ്ങളൊക്കെ കാണുമ്പോഴാണ് ഇവർ അറിയുന്നത് എന്തോ കൊച്ചിന് സംഭവിച്ചിട്ടുണ്ടെന്ന്. അതായത് ചെറുപ്പം മുതൽ കൊച്ചു ചോദിക്കുന്ന എന്തും വാങ്ങിച്ചു കൊടുക്കാനും തൃപ്തിയാക്കി കൊടുക്കാനും, ആ തൃപ്തിയായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന പുഞ്ചിരി ആസ്വദിക്കാനും മാതാപിതാക്കന്മാർക്ക് വലിയ രസമാണ്, സന്തോഷമാണ്. പക്ഷേ ഇവര് കൗമാരപ്രായമായി കഴിയുമ്പോൾ മാതാപിതാക്കന്മാർക്ക് സാധിച്ചു കൊടുക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് ആവശ്യപ്പെടുന്നത്. ഉദാഹരണത്തിന് അവർ മോട്ടോർ ബൈക്ക് ആവശ്യപ്പെടുന്നു. 18 വയസ്സ് കഴിഞ്ഞാൽ ലൈസൻസ് കിട്ടുള്ളൂ. അപ്പോൾ പക്ഷെ അവർക്ക് അത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല, നോ എടുക്കാൻ അവർക്ക് അറിയില്ല. അതുകൊണ്ട് ചില കമ്പനികൾ ലൈസൻസ് ആവശ്യമില്ലാത്ത മോട്ടോർ ബൈക്കുകൾ ഇറക്കിയിട്ടുണ്ട്. അത് ഇങ്ങനെയുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കൗമാരപ്രായം എത്തിക്കഴിയുമ്പോൾ നോ എടുക്കാൻ അവർക്ക് പറ്റാത്തതുകൊണ്ട് എൻ്റെ കൗൺസിലിംഗ് സെഷനിൽ എൻ്റെ മുമ്പിൽ വെച്ച് ഒരു കൗമാരപ്രായക്കാരൻ പേരൻസിനോട് പറഞ്ഞു, ഇന്നേ വരെ ഞാൻ ചോദിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ സാധിച്ചു തന്നിട്ടുണ്ട്, നിങ്ങൾ ഒരിക്കലും നോ പറഞ്ഞിട്ടില്ല. അപ്പം അത് എന്ത് എന്നെ നേരത്തെ പഠിപ്പിക്കാൻ ഞാൻ. കാരണം ശരിക്കും പേരൻറ്റിങ്ങിൽ കുട്ടികളെ നോ എടുക്കാനാണ് പഠിപ്പിക്കേണ്ടത്. അതൊരു ഏത് തലമുറയിലായിരിക്കും അത് ചെറുപ്പം മുതൽ ചോദിച്ച ഉടനെ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ. അതിപ്പോൾ ഇപ്പോഴത്തെ തലമുറയിലൊന്ന് എനിക്ക് ഒരു സാധനം ചോദിച്ച് ഇപ്പോൾ വേണം എന്ന് പറയുന്ന ഒരു അവസ്ഥ. ആ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടിയില്ലെങ്കിൽ അവർ ഫ്രസ്ട്രേറ്റഡ് ആണ്, അവരെന്താ ചെയ്യാൻ പോകുന്നതെന്നറിയില്ല. പല പേരൻസും കൗമാരമായി കഴിയുമ്പോൾ അവർ പറയാറുണ്ട്, ഞങ്ങൾക്ക് അവനെ പറഞ്ഞ് തിരുത്താൻ ഭയമാണ്, അവൻ എന്ത് ചെയ്തു കൂട്ടുമെന്ന് അറിയില്ല, അതുകൊണ്ട് കൗൺസിലർ എന്നെനിക്ക് പറഞ്ഞു കൊടുക്കാമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ റോള് തിരിഞ്ഞു കുടുംബത്തിലെ. ഈ പയ്യനാണ് കുടുംബത്തെ നിയന്ത്രിക്കുന്നത്. അവൻ്റെ ആഗ്രഹങ്ങളും ഇഷ്ടവും അനിഷ്ടവും അനുസരിച്ചാണ് തിരിയുന്നത്. അപ്പോൾ പേരൻസിൻ്റെ റോള് കൊച്ചിൻ്റെ റോളും ഈ പയ്യൻ്റെ റോള് അപ്പൻ്റെ റോളുമായിട്ട് മാറുന്നു. ഈ പാമ്പറിങ് വരുന്നത് നോ എടുക്കാൻ പഠിക്കാത്ത അവസ്ഥയിലുണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണത്. നോ ഏത് പ്രായം മുതൽ വേണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വളരെ ചെറുപ്പത്തിൽ എന്തെങ്കിലും ചോദിച്ചു, കളിപ്പാട്ടായിരിക്കും എന്തെങ്കിലും, ഓക്കെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നിനക്ക് തരാം, 5 മിനിറ്റ് കരയണേ കരഞ്ഞോട്ടെ, 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തരാം എന്ന് പറഞ്ഞ് ഡിലേയിങ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയും. ഇപ്പോൾ ഇൻ്റലിജൻസ് പലതരത്തിലുള്ള ഇൻ്റലിജൻസ് ഉണ്ട്. അതിലൊരെണ്ണമാണ് ഇമോഷണൽ ഇൻ്റലിജൻസ്. ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒന്ന് ഡിലേയിങ് ഗ്രാറ്റിഫിക്കേഷനാണ്. ഡിലേയിങ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നോ എടുക്കാൻ പഠിക്കുക. ഇപ്പം ഞാൻ ചേരുന്നതിനെല്ലാം ഫസ്റ്റ് കിട്ടണം എന്ന് ശാഠ്യം പിടിക്കാതിരിക്കുക. ഞാൻ ഒരു സ്ഥലത്ത് പിള്ളേർക്ക് കോമ്പറ്റീഷനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ഒരമ്മ ശക്തിയായിട്ട് എതിർത്തു, കോമ്പറ്റീഷൻ നടത്താൻ പാടില്ല. അപ്പം ഞാൻ പറഞ്ഞു, കുട്ടികൾക്ക് നല്ലതല്ലേ? ഇല്ല, എൻ്റെ കൊച്ചിന് ചേർന്നാൽ അവന് ഫസ്റ്റ് കിട്ടണം, അല്ലെങ്കിൽ അവൻ സമ്മതിക്കില്ല. ആ രീതിയിൽ കൊച്ചിനെ വളർത്തിയാൽ അവൻ്റെ ജീവിതത്തിൻ്റെ കാലഘട്ടം അധികം കാലം ഉണ്ടാവില്ല. കാരണം അവൻ ജോയിൻ ചെയ്യുന്ന എല്ലാത്തിനും ഫസ്റ്റ് കിട്ടണം, എല്ലാത്തിനും ഫസ്റ്റ് റാങ്ക് ആകണം, ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഏറ്റവും ചെറിയ ലെവൽ മുതൽ എന്ത് വേണം, ഡിലേയിങ് ഗ്രാറ്റിഫിക്കേഷൻ. അപ്പോൾ പിള്ളേർ ചെറുപ്പം മുതൽ പഠിക്കണം ആവശ്യമുള്ളത് എന്താണ്, അത്യാവശ്യമുള്ളത് എന്താണ്, അനാവശ്യമുള്ളത് എന്താണ്. ഇത് തരംതിരിച്ച് പഠിപ്പിക്കേണ്ടി വരും. അതായത് ഈ മാതാപിതാക്കളുടെ മനോഭാവത്തിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പരിശീലന രീതിയിൽ തന്നെയാണ് ഇതിലൊരു പ്രഥമ മാറ്റം വരേണ്ടത്. പക്ഷെ ഈ തിരക്കേറിയ ജീവിതത്തിലൊക്കെ എനിക്ക് തോന്നുന്നു, ഇപ്പോൾ ജസ്റ്റ് ചെറിയൊരു ഉദാഹരണം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു ചെറിയൊരു കുട്ടീനെ, കരയുന്ന ഒരു കുട്ടീനെ അടക്കിയിരുത്താൻ തന്നെ ചിലപ്പോൾ ആദ്യം കൊടുക്കുന്ന മൊബൈൽ ഫോൺ ആയിരിക്കും. ആ ഒരു പശ്ചാത്തലമാണ് നിലവിലത്തെ ഇതിലുള്ളത്. പക്ഷെ ഇതിനിപ്പോ മാതാപിതാക്കളുടെ ഒപ്പം ഇതിൽ മറ്റൊരു ഘടന എന്ന് പറയുന്നത് ഈ ഒരു പിയർ പ്രഷർ ഇതിന് മറ്റൊരു കാരണമാകുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ആ കുട്ടി സ്കൂളിൽ പോകും, അതും മറ്റൊരു വിദ്യാർത്ഥി ചിലപ്പോൾ ഉയർന്ന ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥിയുടെ ഒരു സാധനം കാണുകയും
അത് വേണമെന്നൊക്കെ ആവശ്യപ്പെടുന്ന അത്തരം ഒരു സാഹചര്യങ്ങൾ കൂടി ഇല്ലേ ഇതിൽ? അപ്പോൾ മാതാപിതാക്കന്മാർ തങ്ങളുടെ സാമ്പത്തിക അവസ്ഥ ചെറുപ്പം മുതൽ കൊച്ചിന് അറിയിച്ചുകൊണ്ടിരിക്കും. ചില പേരൻസ് അവർ കടത്തിലായാലും അത് അറിയിക്കാതെ കൊച്ചറിയരുത് എന്ന് പറഞ്ഞ് കൊച്ചു ചോദിക്കുന്നതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കും. എത്രമാത്രം സാമ്പത്തിക നിലവാരം ഉണ്ടെങ്കിലും അതിനേക്കാളും സാമ്പത്തികമുള്ളവർ വേറെ ഉണ്ട്. അപ്പോൾ കൊച്ചിന് ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക നിലവാരം ഇതാണ്. മോനിപ്പോൾ പഠിക്കുന്ന കാലഘട്ടമാണ്. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതിനാവശ്യമുള്ളത് ഞങ്ങൾ ബുദ്ധിമുട്ടിയാലും സമ്പാദിച്ച് എത്തിച്ചു തരാം. മറ്റുള്ളതിന് നമുക്കിപ്പോൾ പൈസ ഇല്ല എന്നുള്ള ആ സാമ്പത്തിക അവസ്ഥ കുഞ്ഞുങ്ങൾ അറിഞ്ഞ് വളരണം. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് നമുക്ക് സാധിക്കാത്തത് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. പക്ഷേ ഈ മാതാപിതാക്കൾ തമ്മിൽ ഒരു കോമ്പറ്റീഷൻ അല്ല. ഇപ്പൊ അച്ഛൻ തന്നെ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനില് ഈ കോമ്പറ്റീഷന് വേണ്ടി എന്റെ മകന് ഫസ്റ്റ് കിട്ടണം. അപ്പോൾ രണ്ട് മാതാപിതാക്കൾ തമ്മിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് മാതാപിതാക്കൾ തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലം കൂടി. മാതാപിതാക്കളുടെ കോമ്പറ്റീഷൻ ഒത്തിരി ഉണ്ട്. അതുകൊണ്ടാണല്ലോ പിള്ളേരുടെ കോമ്പറ്റീഷൻ കഴിയുമ്പോൾ മാതാപിതാക്കന്മാരെല്ലാവരും കോർട്ടിലേക്കാണ് പോണത്. ജഡ്ജിന്റെ ഇന്ന് മാറ്റി മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. എന്നാൽ മോൻ നന്നായിട്ട് പെർഫോം ചെയ്തു, മോൻ്റെ കഴിവനുസരിച്ച്. അപ്പോൾ അത് കിട്ടിയില്ല, വേണ്ട, നമ്മളത് എടുക്കാൻ പഠിക്കണം. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഫ്രസ്ട്രേഷനുണ്ട്, നമുക്ക് മനസ്സിനൊരു ടെൻഷനുണ്ട്, സ്ട്രെസ്സുണ്ട്. അത് എടുക്കാൻ പഠിക്കുന്നതാണ് ഏറ്റവും വലിയ പഠനം. അല്ലാതെ ജീവിതത്തിൽ എല്ലായിടത്തും ഫസ്റ്റ് റാങ്കും വിജയവും അത് റിയലിസ്റ്റിക് അല്ല. അത് റിയലിസം എന്ന് പറയുന്നത് കൂടുതൽ നോകളും കൂടുതൽ പരാജയങ്ങളും കുറച്ചൊക്കെ വിജയങ്ങളും മാത്രമേ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. ഇത് മനസ്സിലാക്കാനുള്ള അവസരമാക്കി ഇതിനെ മാറ്റണം. അല്ലാതെ കിട്ടിയില്ല എന്നത് ജീവിതത്തിൻ്റെ അവസാനമല്ല, ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മുടെ ട്രാക്ക് എന്തെന്ന് കണ്ടുപിടിക്കാനുള്ള അവസരങ്ങളാക്കി മാറ്റണം. ഒരുപക്ഷെ ഞാൻ ഓട്ടത്തിൽ പരാജയപ്പെട്ടു, ഓട്ടം നമ്മുടെ ട്രാക്കല്ല, നമ്മുടെ സ്ട്രെങ്ത് അല്ല. ഒരുപക്ഷെ വരയായിരിക്കും നമ്മുടെ സ്ട്രെങ്ത്, അല്ലെങ്കിൽ നമ്മുടെ പഠനമായിരിക്കും നമ്മുടെ സ്ട്രെങ്ത്. ഇപ്പോൾ ചില കുട്ടികൾ പഠനത്തിൽ മികവ് കാണിക്കാത്തവർ പിന്നെ ആർട്ട് തലങ്ങളിൽ കയറി വലിയ നിലകളിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന അക്കാഡമിക് ഇൻ്റലിജൻസ് മാത്രമല്ല, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസും ഉണ്ട്. അപ്പോൾ അതിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ് നമുക്ക് കൂടുതൽ ജീവിതത്തിന് പ്രയോജനമാകുന്ന ബുദ്ധി എന്ന് പറയുന്നത്. അതായത് റെസിലിയൻസ് എന്ന് പറയും. അപ്സ് ആൻഡ് ഡൗൺസും ഉണ്ട് ജീവിതത്തിൽ. കടലിലൂടെ പോകുന്നൊരു വള്ളം തിരമാലകൾ വരുമ്പോൾ അത് അല്പം ഒന്ന് ഉയർന്നു കൊടുക്കും, തിരമാല പോയി കഴിഞ്ഞാൽ അല്പം താണു കൊടുക്കും. അങ്ങനെ ആ തിരമാലകളിലൂടെ ഉയർന്നും താണും അതിലൂടെ മുന്നോട്ട് നീങ്ങുന്ന, എത്ര തട്ടിത്തടവുകൾ ഉണ്ടെങ്കിലും അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക, അതിനെയാണ് റെസിലിയൻസ് എന്ന് പറയുന്നത്. പക്ഷെ അപ്പൊ അങ്ങനെയെങ്കിൽ ഇപ്പൊ അച്ഛൻ നേരത്തെ ഇപ്പൊ കൗമാരക്കാരിലെ ആത്മഹത്യ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഇതിലുള്ള ഇവർക്ക് ഒരു ലോ ടോളറൻസിന് ഈ പാരന്റിങ് ഇത് മാത്രമാണോ കാരണം, അതേ മറ്റു ഘടനകളുണ്ടോ? അതിനെങ്ങനെയായിരിക്കും ഈ കൗമാരക്കാർക്കൊക്കെ അതിജീവിക്കുവാനായിട്ട് സാധിക്കുന്നത്? ലോ ടോളറൻസ്, ലോ ഫ്രസ്ട്രേഷൻ ടോളറൻസ്, ഫ്രസ്ട്രേഷൻ എടുക്കാൻ ഇവരെ പഠിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ പഠനം. അതിനാണ് റെസിലിയൻസ് എന്ന് പറയുന്നത്. നമുക്ക് സമ്പത്ത് കൂടിയാലും കുറഞ്ഞാലും ഒരേപോലെ ജീവിക്കാൻ സാധിക്കുന്നതാണ് കഴിവ്. ശതകോടീശ്വരന്മാരിൽ ഒരാളാണ് വാറൻ ബഫറ്റ്. വാറൻ ബഫറ്റ് ഷെയർ വാങ്ങിച്ച് ശതകോടീശ്വരനായതാണ്. അദ്ദേഹം പറഞ്ഞു, ഈ കാശ് മുഴുവൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, ഞാൻ ഇതൊന്നും ഉപയോഗിക്കുകയൊന്നുമില്ല. അദ്ദേഹം ഈ ബിസിനസ് തുടങ്ങിയ അന്നുള്ള അതേ ഓഫീസ് തന്നെയാണ് ഇന്നും, അതേ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് ഇന്നും. ലൈഫ് സ്റ്റൈൽ കൂട്ടിയൊന്നും ചെയ്തില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് കോടിക്കണക്കിന് പൈസയുണ്ട്, ഞാൻ ഉപയോഗിക്കില്ല, എനിക്ക് 2 മക്കളുണ്ട്, അവരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് 2 ചാരിറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഒരു 25 മില്യൻ്റെ കൊടുത്തു 2 പേർക്ക്. എന്നിട്ട് പറഞ്ഞു, അതിൻ്റെ ഡയറക്ടറായിട്ട് നിങ്ങളിരുന്ന് സാലറി എഴുതിയെടുത്തോ, അല്ലാതെ ഈ പൈസ ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല, ഇത് സൊസൈറ്റിക്ക് ഞാൻ തിരിച്ചു കൊടുക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്.
ആ ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ തൃപ്തിയും വളർച്ചയും വികസനവും എല്ലാം. അല്ലാതെ അവന് ഇത്രയും കിട്ടി അതിലും കൂടുതൽ എനിക്ക് കിട്ടാൻ വേണ്ടി ഞാൻ ശ്രമിക്കണം എന്നുള്ള കട്ട് ത്രോട്ട് കോമ്പറ്റീഷനാണ് പലപ്പോഴും നാശത്തിലേക്കും മരണത്തിലേക്കൊക്കെ എത്തിക്കുന്നത്. വലിയ പ്രോജക്റ്റുകൾ എടുത്ത് അത് എങ്ങും എത്താതെ അവസ്ഥയിലായി അതിൻ്റെ ഫ്രസ്ട്രേഷൻ താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്യുന്നവർ ധാരാളമുണ്ട്. നമ്മൾ ഈ ഹൈവേയിലൂടെ ഒക്കെ പോകുമ്പോൾ ചില കെട്ടിടങ്ങൾ അൺഫിനിഷ്ഡായിട്ട് കിടക്കുമ്പോൾ ചോദിക്കുമ്പോൾ കേൾക്കുന്ന കഥകൾ ഇതൊക്കെയാണ്. അപ്പോൾ അത് ചെറിയവരായാലും വലിയവരായാലും പഠനത്തിലായാലും ബിസിനസ്സിലായാലും ജീവിതത്തിലായാലും റെസിലിയൻസ് ആണ് നമ്മളെ മുന്നോട്ട് നയിക്കുക. ഫ്രസ്ട്രേഷൻ ലെവല് കുറച്ച് ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. അതെങ്ങനെ തരണം ചെയ്യണം എന്നുള്ള പഠനം അത് ചെറുപ്പം മുതൽ മാതാപിതാക്കന്മാർ പഠിപ്പിക്കും. പിന്നെ അനുഭവത്തിൽ നിന്ന് പഠിച്ചെടുക്കണം. പിന്നെ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിലൊക്കെ ഇതുപോലെയുള്ള മഹാന്മാരുടെ ജീവിതമൊക്കെ പഠിപ്പിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. ഈ ലോ ഫ്രസ്ട്രേഷണൽ ടോളറൻസ് ഈ കുടുംബ ജീവിതങ്ങൾ അറ്റുപോകുന്നതിന് കാരണമാകുന്നില്ലേ? ഈ ദാമ്പത്യ ജീവിതങ്ങളിലൊക്കെ അത് വലിയ വെല്ലുവിളിയാകുന്നില്ലേ? വെല്ലുവിളിയാകുന്നുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ എപ്പോഴും അതായത് പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിന് ഒരു ക്ലാസ് എടുക്കാൻ ചെന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ദാമ്പത്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളതായിട്ട് കാണുന്നത് എന്താണ് നിങ്ങൾ? അപ്പോൾ അവരാദ്യം പറഞ്ഞതാണ് ഈഗോ ക്ലാഷ്. എന്താണ് ഈഗോ ക്ലാഷ്? ഒരു തലത്തിൽ ഞാൻ മുൻപന്തിയിൽ നിൽക്കുന്നു, അത് തറവാടിത്തത്തിലായിരിക്കാം. അത് മാറി വരും. ചിലപ്പോൾ ഭാര്യയുടെ വീടാണ്, കല്യാണം കഴിച്ചപ്പോൾ തറവാടിത്തം കൂടി. അതിൻ്റെ ഈഗോ ആൾ പ്രകടിപ്പിച്ചിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ അവർ തകർന്നുപോയി ബിസിനസ്സിൽ. ഭർത്താവിൻ്റെ ഭാഗമാണ് കയറി വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ആൾ ഈഗോ ക്ലാഷിന് സൗന്ദര്യത്തിൻ്റെ പേരിൽ, ഡിഗ്രിയുടെ പേരിൽ. ഇപ്പോൾ ഈ കോളേജിൽ ഞാൻ എക്സ്റ്റൻഷൻ ലെക്ചർ പോലെ വർഷങ്ങൾക്ക് മുമ്പ് അന്ന് PUC ഉണ്ടായിരുന്നു. PUC ക്ലാസ് മുതൽ മാസ്റ്റേഴ്സ് വരെയുള്ള ക്ലാസ് എടുത്തുമായിരുന്നു. ഞാൻ കണ്ടൊരു പ്രത്യേകത, PUCയിൽ 50-50 ആയിരുന്നു ആൺകുട്ടികളും പെൺകുട്ടികളും. ഡിഗ്രി എന്നപ്പോൾ ആൺകുട്ടികളുടെ എണ്ണം കുറഞ്ഞു. മാസ്റ്റേഴ്സ് എന്നപ്പോൾ ആൺകുട്ടികളെ ഇല്ല, ഡ്രോപ്പ് ഔട്ടായി. ഈ പോപ്പുലേഷനല്ലേ മാരേജിന് വരുന്നത്. അപ്പോൾ മാരേജ് കഴിയുമ്പോൾ പല ഘട്ടത്തിലും പല സിറ്റുവേഷനിലും ഭാര്യയ്ക്കാണ് കൂടുതൽ എഡ്യൂക്കേഷൻ, ഭർത്താവിന് അത്ര എഡ്യൂക്കേഷൻ ഇല്ല. അതിൻ്റെ പേരിൽ ക്ലാഷ് വരാറുണ്ട്. അതുപോലെ തന്നെ സാലറിയുടെ പേരിൽ ക്ലാഷ് വരാറുണ്ട്. പണ്ട് കാലത്ത് സ്ത്രീകൾക്ക് സാലറി കുറവായിരുന്നു, പുരുഷന്മാർക്ക് സാലറി കൂടുതലും. പക്ഷെ IT മേഖല വന്നതോടുകൂടി ജെൻഡർ ഡിഫറൻസ് ഇല്ല, സാലറിയിൽ ഇക്വാലിറ്റി വന്നു. അപ്പോൾ പുരുഷന്മാർ ചിലപ്പോൾ ചാടി ചെന്ന് കഴിഞ്ഞിട്ട് അവർ ലോ സാലറിയിലായിരിക്കും. സ്ത്രീകൾ പലയിടത്തും നിന്നോടത്ത് തന്നെ നിന്ന് സാലറി പ്രൊമോഷൻ കിട്ടി സാലറി കൂടുതലാവും. അതിൻ്റെ പേരിൽ ഈഗോ ക്ലാഷ് വരാറുണ്ട്. പിന്നെ ഹൈ എക്സ്പെക്റ്റേഷൻ. ഇപ്പോൾ നമ്മൾ ഈ കൗൺസിലിങ്ങിൽ പഠിപ്പിക്കുമ്പോൾ OCD OCPD എന്ന് പറഞ്ഞിട്ടൊരു, OCPD പേഴ്സണാലിറ്റി ട്രേറ്റാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ ഇന്നതുപോലെ ചെയ്തിരിക്കണം, മക്കൾ ഇന്നതുപോലെ ചെയ്തിരിക്കണം എന്ന് കർശനമായ ശാഠ്യം നിരന്തരമായിട്ട് വരുമ്പോൾ അതൊരു കുടുംബമല്ല. അത് അച്ഛൻ്റെ ഒരു പുസ്തകത്തിൽ ഒരു അനിൽകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടൊരു കഥ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹൈ എക്സ്പെക്റ്റേഷൻ വരും. എൻ്റെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും വളരെ ചിട്ടയായിട്ട് വരണം. അതിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഫ്രസ്ട്രേഷനാണ്, ദേഷ്യമാണ്, അരിശമാണ്, ഒച്ചപ്പാടാണ്, അടിയിൽ കലാശിക്കാറുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ബന്ധങ്ങളാകുന്ന പോവും. അപ്പോൾ ഒരു റൈറ്റ് ടോൺ ഫാമിലി സൃഷ്ടിക്കുക എന്നുള്ളത് മാതാപിതാക്കന്മാരുടെ ഒരു കടമയാണ്. പക്ഷെ അത് എല്ലായിടത്തും ഉണ്ടാവണമെന്ന് തീർച്ചയില്ല. പക്ഷേ ഈ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇതൊരു റിയാലിറ്റിയിൽ നിന്ന് നമ്മൾ അങ്ങ് മാറിപ്പോകുമ്പോഴാണ്. ഇപ്പൊ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ട്രാഫിക് ബ്ലോക്കിൽ കിടക്കും. ഒരു ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുമ്പോൾ എന്തായാലും ആ ബ്ലോക്കിൽ കിടന്നേ പറ്റുള്ളൂ, അല്ലാതെ നമുക്കിപ്പോൾ അതിനെ ഇത് ചെയ്ത് പോകാനായിട്ട് സാധിക്കില്ല. ട്രാഫിക് ബ്ലോക്ക് കടന്നാലും നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താം, അവിടെ കിടന്നിട്ടാണെങ്കിൽ ഇത് ചെയ്യാം. അപ്പൊ അത് ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കാതെ പോകുമ്പോഴാണോ ഈ ഒരു അതെ. അപ്പോൾ ഈ ട്രാഫിക് റേജ് എന്ന് പറയും. ഈ ട്രാഫിക്കിൽ ഒരാളും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവന് തെറി പറയും.
അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം വണ്ടിയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്നത്തെ ഡ്രൈവർ ഈ ട്രാഫിക് റേഞ്ച് വരുന്നതുകൊണ്ട് ഇതുപോലെ കട്ട് ചെയ്ത് പോകുന്നവർ ട്രാഫിക് ബ്ലോക്ക് വരുമ്പോൾ ഒക്കെ ചീത്തയും തെറിയും പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ചീത്ത പറയണ ചീത്തയും തെറിയും ഞാനല്ലേ കേൾക്കണത്, അവർ കേൾക്കണില്ലല്ലോ, അതുകൊണ്ട് നീ എന്തിനാ വെറുതെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കണേ? ട്രാഫിക് അതിൻ്റെ സമയത്ത് ചെല്ലും, നമ്മൾ എപ്പോഴും അല്പം നേരത്തെ കൂട്ടി ഇറങ്ങണം, നമ്മൾ മുൻകൂട്ടി കാണണം, കുറച്ച് ട്രാഫിക്കൊക്കെ ഉണ്ടാവും, അതിൻ്റെ സമയം എടുക്കണം. ബസ് കിടന്ന് ഓടിയതുകൊണ്ട് നേരത്തെ ചെല്ലൂല, ബസ് അതിൻ്റെ രീതിയിലേ പോവുള്ളൂ. അവിടെ ശാന്തമായിട്ട് ഇരുന്ന് ചെല്ലുകയാണെങ്കിൽ ബസ് നിർത്തി കഴിയുമ്പോൾ നമുക്ക് ഇറങ്ങാൻ പറ്റും. നേരത്തെ ചെല്ലാൻ വേണ്ടി ബസ്സിൽ കിടന്ന് ഓടി ഡ്രൈവറെ അടിച്ച് കണ്ടക്ടറെ തൊഴിച്ചാൽ അവരും തിരിച്ചടിച്ച് തൊഴിച്ച് ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. നമ്മൾ വൂണ്ടഡായിരിക്കും, ബ്രൂസ്ഡായിരിക്കും, കാലൊക്കെ തല്ലിപ്പൊട്ടി കൈകാൽ ഒടിഞ്ഞിരിക്കും. അപ്പോൾ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് എല്ലാ തലത്തിലും വരാറുണ്ട്. കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ, ഈഗോ ക്ലാഷിൽ, ഹൈ എക്സ്പെക്റ്റേഷൻ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഭാര്യ വളരെ സ്ലോ ആണ് എല്ലാ കാര്യത്തിലും. കല്യാണത്തിന് മുമ്പ് ഭർത്താവിനോട് അമ്മ പറഞ്ഞിരുന്നു, ഇപ്പോൾ ഭാര്യയുടെ അമ്മ പറഞ്ഞിരുന്നു, മോള് എല്ലാ കാര്യത്തിലും സ്ലോ ആണ്, അപ്പോൾ അതറിഞ്ഞുകൊണ്ട് തന്നെ വേണം കല്യാണം കഴിക്കാൻ. ഞങ്ങൾ നിനക്ക് 10 ലക്ഷം രൂപ തരാം. അന്ന് അവന് ആ 10 ലക്ഷം രൂപ ആവശ്യമായിരുന്നു. അവനൊരു ആക്സിഡൻറ്റ് കേസ് ഉണ്ടായിട്ട് അവൻ കടത്തി കയറി കഴിഞ്ഞപ്പോൾ ഈ 10 ലക്ഷം രൂപ അവന് ആവശ്യമായിരുന്നു. അറിഞ്ഞുകൊണ്ട് പറഞ്ഞ് കേട്ടുകൊണ്ട് തന്നെയാണ് ഈ കല്യാണം കഴിച്ചത്. കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് സ്പീഡില്ല, സമയത്ത് ഭക്ഷണം കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞ് പരാതിയും കംപ്ലൈൻറ്റുമായി. അപ്പോൾ നമുക്ക് ആ എക്സ്പെക്റ്റേഷൻ വേണ്ട എന്ന് അമ്മ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. പക്ഷെ നമ്മുടെ എല്ലാവരുടെയും എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് മറ്റേ ആൾക്ക് സാധിക്കുന്നതിൽ കൂടുതൽ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവുന്നു.